ഇടുക്കി അടിമാലിയിൽ ASIക്കെതിരെ പീഡനക്കേസ്. പീഡനക്കേസിലെ ഇരയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. അടിമാലി പോലീസ് സ്റ്റേഷനിലെ മുൻ റൈറ്ററായിരുന്ന PL ഷാജിക്കെതിരെയാണ് കേസ്. ജോസിലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജോസിൽ റൈറ്ററാണ്, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പീഡനക്കേസിലെ ഇര പരാതി പറയാൻ വന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇടുക്കി അടിമാലിയിൽ പീഡനക്കേസിലെ ഇരയെ ബലാത്സംഗം ചെയ്തതിനാണ് ഈ ASIക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അടിമാലി പോലീസ് സ്റ്റേഷനിലെ മുൻ റൈറ്ററായിരുന്നു ഈ PL ഷാജി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. പീഡനക്കേസിലെ അതിജീവിതയെ കേസന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2021 അതിജീവിത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെ പരാതി നൽകിയിരുന്നു. ആ പരാതി മുതലെടുത്ത് 2022 മുതൽ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഈ കേസ് പറയുന്നത്. ഈ വർഷം ജനുവരിയിൽ ഈ PL ഷാജി ഈ കേസ് കൊടുത്താൽ ആത്മഹത്യ ചെയ്യുമെന്ന രീതിയിൽ ഈ അതിജീവിതയോട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അടിമാലി SHO ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നിലവിൽ 1 മാസമായി IG സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാജിക്കെതിരെ ഈ പീഡന കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ ഷാജി ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഭദ്ര, അതായത് ജോസിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ കുറച്ച്, അതായത് 2022 മുതൽ ഇത്തരത്തിലൊരു പീഡനം നടക്കുന്നുണ്ട്. ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് യുവതി അത് നൽകാൻ ഭയന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ലേ ജോസിൽ? 2021 വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെയാണ് ഈ അതിജീവിത പരാതി കൊടുത്തത്. ആ പരാതിയുടെ കേസന്വേഷണവും തുടർന്നും ഒക്കെയാണ് ഇത്തരത്തിൽ ഇയാൾ ഈ ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് കേസ് ഇപ്പോൾ ഈ അതിജീവിത കൊടുത്തിരിക്കുന്നത്. ഏതായാലും കുറച്ച് 2022 ആഗസ്റ്റ് മുതൽ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇപ്പോൾ ഈ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി SP ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ IG 1 മാസമായിട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏതായാലും തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ്. പ്രധാന വകുപ്പുകൾ ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 332B, 64 2A, 64 2, 69 75 1, 79 353 3 എന്നിങ്ങനെയുള്ള BNS വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസുകൾ എടുത്തിരിക്കുന്നത്. ഏതായാലും കേസ് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് മറ്റ് അന്വേഷണങ്ങളിലേക്കും കൂടി പോവുകയാണ്. ശരി, ജോസിലാണ് വിവരങ്ങൾ നൽകുന്നത്. ഇടുക്കി അടിമാലിയിലാണ് ASIക്കെതിരെ പീഡന കേസ് ഉയർന്നു വന്നിട്ടുള്ളത്. പീഡനക്കേസിലെ ഇരയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ്. അടിമാലി പോലീസ് സ്റ്റേഷനിലെ മുൻ റൈറ്ററായിരുന്ന PL ഷാജിക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇയാൾ നിലവിൽ ഒളിവിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.